തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ ആകുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോൾ മുതൽ ഇനി നിയമസഭയിൽ കോമഡി ആയിരിക്കും, എന്തൊക്കെയായിരിക്കും വിളിച്ചു പറയുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകും, അങ്ങനെ പലതരത്തിലുള്ള ട്രോളുകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇതിനെല്ലാം അങ്ങ് ഉടച്ച് വർത്താണ് അദ്ദേഹം ഓരോ ദിവസവും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾക്ക് എന്തൊരു ക്ലാരിറ്റിയാണ്. ഇപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന സ്പീക്കർമാരെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഓരോ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും തിരിച്ചു മറുപടി പറയാൻ, അല്ലെങ്കിൽ നർമ്മം ചേർത്ത് ഉത്തരം പറയാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ആസ് എ സ്പീക്കർ തിരുവഞ്ചൂർ ഒരു വൻ വിജയം തന്നെയാണ്. ഉറപ്പായിട്ടും കോട്ടയം ജില്ലയിൽ നിന്ന് മറ്റു ചില അക്കോമഡേഷനുകളുടെ ഭാഗമായി മന്ത്രിസ്ഥാനം കൊടുക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്ന സാഹചര്യത്തിലാണ് സീനിയർ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കേരള നിയമസഭയിലെ സ്പീക്കർ ആക്കിയത് എന്നാണ് ഞാനും താങ്കളും മേഘയും പ്രേക്ഷകരും അടക്കമുള്ളവർ, പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവർ വിചാരിച്ചതെങ്കിൽ അത് അങ്ങനെ ആയിരുന്നു എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. തിരുവഞ്ചൂർ അല്ലാതെ മറ്റാര് ആ സീറ്റിലിരിക്കാൻ യോഗ്യൻ എന്ന ചിന്ത ഉണ്ടാക്കുന്ന തരത്തിലാണ് തിരുവഞ്ചൂരിൻ്റെ പെർഫോമൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവഞ്ചൂരാണ് 16ാം നിയമസഭയുടെ സ്പീക്കർ എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞത് അദ്ദേഹം പണ്ട് സിനിമാ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത്, സിനിമയുടെ കൂടി ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ നസ്രിയ സാം എന്നൊക്കെ പറഞ്ഞ് നാക്ക് പിടിച്ചത് നമ്മൾ കണ്ടു. അതിപ്പോൾ രമേശ് ചെന്നിത്തല, അതിനായ രമേശ് ചെന്നിത്തല സ്വിഗ്ഗിയെ പറ്റി പറയുമ്പോഴും ഒന്ന് രണ്ട് വാക്കുകൾ മാറിപ്പോയതൊക്കെ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് പുതുതലമുറയുടെ പല കാര്യങ്ങളും അവർക്ക് ഇപ്പോൾ ഒരിക്കലും രമേശ് ചെന്നിത്തലയ്ക്ക് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യേണ്ടെന്ന അവസ്ഥ വന്നിട്ടുണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. അദ്ദേഹം പ്രിയദർശിനിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ആളുകൾ ബസ്സിൽ യാത്ര ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് 10-20 വർഷമൊന്നുമായി ബസ്സിൽ യാത്ര ചെയ്തിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കില്ലല്ലോ. ഈ കളിയാക്കുന്നവർ ചിന്തിക്കണം, അദ്ദേഹം വെൽത്തി ആയിട്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിന് നല്ല ആഹാരം ഭാര്യയും വീട്ടുകാരും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യണമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒപ്പം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ഹരിപ്പാട്ട ജനങ്ങൾ അദ്ദേഹത്തെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിച്ചിട്ടില്ല. അദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അവസ്ഥ. ഈ നിയമസഭയിൽ ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന പലരുടെയും പ്രായത്തോളം എക്സ്പീരിയൻസ് നിയമസഭയിലുള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചട്ടം പഠിപ്പിക്കാനും അദ്ദേഹത്തെ തിരുത്താനും ചെന്നാൽ കണക്കിന് കിട്ടുമെന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്പീക്കർ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ നസ്രിയ നിസാമുമായി ബന്ധപ്പെട്ട പല ട്രോളുകൾ നിലവിൽ നിന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് എന്താണ്? കെ രാജൻ ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു സാർ, ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം കെ രാജൻ വന്ന് പറയാണ്, എനിക്ക് തോന്നി രാജൻ മിനിസ്റ്റർ ഇപ്പോഴും ഇവര് ഇപ്പോൾ വലിയ രീതിയിൽ കൊണ്ടുവന്ന മറ്റൊരു വിഷയമാണല്ലോ, LDF പ്രതിപക്ഷം കൊണ്ടുവന്നൊരു വിഷയമാണ് ഈ കടപ്പുറത്ത് താമസിക്കുന്ന മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മത്സ്യബന്ധന കുടുംബങ്ങൾക്ക് ഇത് പഞ്ഞമാസമാണ്, പ്രചരണ മാസമാണ്, ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടുന്ന റേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അനുവദിച്ചിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവരികയും അതിന് ബഹുമാനായ കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞു. ആദ്യഘട്ടം 3 ജില്ലകളിൽ പൂർത്തീകരിച്ചു, ബാക്കിയുള്ള ജില്ലകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ സാർ ഇത് ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, കേന്ദ്ര വിഹിതം ഈ വരാൻ പോകുന്ന ജൂലൈ മാസത്തിൽ കൊടുക്കാൻ പോവുകയാണ് എന്ന് കൃത്യമായി മറുപടി കൊടുത്തതോടുകൂടി ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വെച്ചിരുന്ന ട്രോളിംഗ് എന്ന വാക്കെടുത്ത് നിയമസഭയിൽ വാക്കൗട്ട് പ്രസംഗം നടത്തിയ CPIയുടെ ഗർജിക്കുന്ന സിംഹം രാജേട്ടൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങ് പറയുന്ന പല വാക്കുകളും വെച്ച് സോഷ്യൽ മീഡിയയിൽ ട്രോളിംഗ് നടത്തുന്നുണ്ട് സാർ. ട്രോളിംഗ് എന്താണ്, ട്രോൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കില്ല, ഒരുപക്ഷെ അത് നാക്കുപിഴയായി നമുക്ക് കണക്കാക്കാം. അപ്പോൾ ട്രോളിംഗ് നടത്തുന്നുണ്ട് എന്ന് പരാതി പറഞ്ഞപ്പോഴും പറഞ്ഞത്, ചട്ടം പഠിപ്പിക്കാനോ ചെയറിനെ തിരുത്താനോ താങ്കൾക്ക് അവകാശമില്ല, താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാക്കൗട്ട് പ്രസംഗമാണെങ്കിൽ അത് ചെയ്തിട്ടിറങ്ങിപ്പോ. അത് വളരെ രസകരമായിട്ടാണ്. പിന്നെ അദ്ദേഹം എത്ര ഭവ്യതയോടുകൂടിയാണ് പ്രതിപക്ഷത്തെ ഡീൽ ചെയ്യുന്നത് കേട്ടോ. സർ, അങ്ങ് മുഖ്യമന്ത്രിയോടൊക്കെ ചോദിക്കുന്നത് കേട്ടില്ല, അങ്ങേക്ക് അറിവുള്ളതല്ലേ ഇത് പണ്ടുള്ള അമ്മാവന്മാരൊക്കെ പയറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഒരു നാട്ടിലെ വലിയ പ്രമാണി ആണെന്ന് വിചാരിച്ച് വലിയ പണ്ഡിതനാണെന്ന് നടക്കുന്ന ഒരാൾ ഒരു വിഷയത്തിൽ അഭിപ്രായം വരുമ്പോൾ ഇപ്പുറത്തേക്കുന്നതൊക്കെ അറിയാം, ഇയാൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, എങ്കിലും സാറിന് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി ഒന്ന് പൊങ്ങി ഒരെണ്ണം അറിയാം, അയാൾ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന പോലെയാണ് പ്രതിപക്ഷത്തെ അവിടെ അടിച്ചിരുത്തുന്നത്. നിയമസഭയിൽ ഈ 102 അംഗങ്ങൾ, അത് മുഖ്യമന്ത്രി ആകട്ടെ സ്പീക്കർ ആകട്ടെ, എന്തിന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അവിടെ ചെന്ന രമേശ് പിഷാരടി പോലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളല്ലാത്തതുകൊണ്ടാണ് ഞാൻ രമേശ് പിഷാരടി പോലും പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ പ്രതിപക്ഷത്തെ
അടിച്ച് നിലംപരിശാകുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാൽ പിണങ്ങി. കെ എൻ ബാലഗോപാൽ എഴുന്നേറ്റ് നിന്നിട്ട് എന്തൊക്കെയോ വിറച്ചുകൊണ്ട് പറഞ്ഞിട്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവിനോട് തട്ടിക്കയറുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ്. മിണ്ടാതിരുന്നിട്ട് കാര്യമുണ്ടോ, അങ്ങേക്ക് പറഞ്ഞുകൂടേത്, പുള്ളി ഇങ്ങനെ നോക്കി ഇന്നോവ വിടണോടാ എന്നുള്ള അർത്ഥത്തിൽ നോക്കുന്നൊരു സാഹചര്യം. കാര്യം അത് ആ വിഷയം സംസാരിച്ചത് എം മണിയുമായി ബന്ധപ്പെട്ട വിഷയം. ഷിബു ബേബി ജോണിനെ തുടക്കം ഇവര് ഘടകകക്ഷികളെയാണ് കേട്ടോ ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തെ ആരെയും വി ഡി സതീശനെ ലക്ഷ്യം വെക്കുന്നില്ല, രമേശ് ചെന്നിത്തലയെ ലക്ഷ്യം വെക്കുന്നില്ല, ആരെയും ലക്ഷ്യം വെക്കുന്നില്ല. ഇവർ ലക്ഷ്യം വെക്കുന്നത് ഘടകകക്ഷികളെയാണ്. അപ്പോൾ ആദ്യം മുസ്ലിം ലീഗിന് കൊടുക്കാൻ തുടങ്ങി, PM ശ്രീ പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, അങ്ങനെ പല കാര്യങ്ങളിൽ. ഇതിനെല്ലാം ഉരുളക്കുപ്പേര് പോലെയുള്ള മറുപടി കഴിഞ്ഞ ദിവസം കൊടുത്തു. പിന്നെ വേറെ സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച പെർഫോമൻസ് തിരിച്ചു വന്നു. പി കെ ബഷീർ മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ മലബാറിയൻ പ്രസംഗങ്ങൾ നിയമസഭയിൽ വലിയ മിസ്സിംഗായിരുന്നു. ഇന്നലെ പറഞ്ഞു, സാർ മറുപടി പറയാനുള്ള ഒരു അവസരമാണ്, ഞാനൊന്ന് അഴിഞ്ഞാടിക്കോട്ടെ എന്ന തരത്തിൽ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കൈ പുറകെ കെട്ടിക്കൊണ്ട് കഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടപെടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണക്കിന് കൊടുക്കുന്ന കാഴ്ച കണ്ടു. ഇനി ഇതൊക്കെ സഹിക്കാം. VP സജീന്ദ്രനെയും രമേശ് പിഷാരടിയെ പോലെ, രമേശ് പിഷാരടിയെക്കാട്ടും വലിയ കൊമേഡിയനായി ഈ കോമഡി കൈകാര്യം ചെയ്ത സ്റ്റാൻഡപ്പ് കോമഡിയിൽ VP സജീന്ദ്രൻ പെർഫോം ചെയ്യുന്ന കാഴ്ചയാണ്. രമേശ് പിഷാരടി എനിക്ക് ദൈവമേ, ഈ പുള്ളി രാഷ്ട്രീയത്തിൽ വന്ന കാര്യമായി, ഇല്ലെങ്കിൽ എനിക്ക് അവിടെ സിനിമയിൽ പണിയായാണേ എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് VP സജീന്ദ്രൻ കത്തിക്കയറുകയാണ്. എന്തായാലും ജനങ്ങളെ അങ്ങ് വല്ലാതെ കയ്യിലെടുക്കുന്നുണ്ട് ഭരണപക്ഷം. അത് പ്രവർത്തനങ്ങളിലാകട്ടെ എന്തും. ഇപ്പൊ നമ്മൾ ഘടകകക്ഷികളുടെ പേര് വരുമ്പോഴാണ് ഷിബു ബേബി ജോണിനെ വല്ലാതെ ടാർഗറ്റ് ചെയ്തു. M മണി ആണ് പറഞ്ഞത്, അയാൾ കടപ്പുറത്ത് കിടക്കുന്നവനല്ലേ, അയാൾക്ക് വനമേഖലയെ കുറിച്ച് എന്തറിയാം എന്ന് പറഞ്ഞു. അത് കൃത്യമായി ഒരു നേതാവ് എന്ന് പറഞ്ഞപ്പോഴേക്ക് കെ എൻ ബാലഗോപാൽ ചാടി എഴുന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയാണ്, അങ്ങനെ ഒരു നേതാവ് ഒന്നും പറഞ്ഞുകൊണ്ട് വരരുത് എന്നൊക്കെ പറഞ്ഞു. ഷിബു ബേബി അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് എനിക്ക് തോന്നുന്നു ആ നേതാവിന്റെ പേര് പറയാതെ അദ്ദേഹം സംസാരിച്ചിട്ട് ഇരുന്നു. പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന പലരും ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്. ഇത്ര ക്ഷമയുള്ളവരൊന്നും അല്ല ഇവർ എന്ന് പ്രതിപക്ഷം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഭരണപക്ഷത്തിരിക്കുന്നു എന്ന ആ ഒരു മാന്യത, അവരിരിക്കുന്ന കസേരയോടുള്ള മാന്യതയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രസ്ട്രേഷൻ തീർക്കാൻ അതിൻ്റെ ഇടയിലൂടെ രണ്ട് ശബ്ദങ്ങൾ, 3 പേരിൽ 2 ശബ്ദങ്ങൾ കൂടി നിയമസഭയിൽ ഉയരുന്നുണ്ട്. ഒരാളൊന്നും മിണ്ടുന്നില്ല, അദ്ദേഹത്തിന്റെ മിണ്ടാട്ടം ഇച്ചിരി കൂടിയത് കൊണ്ട് ഇനി നിങ്ങൾ മിണ്ടണ്ട, മുരളീധരനും സുരേന്ദ്രനും മിണ്ടിയപ്പോൾ ഒരു തീരുമാനം തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും അവരും അവരുടേതായ രീതിയിൽ ഞങ്ങളിവിടെയൊക്കെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നിയമസഭ മുന്നോട്ട് പോകുന്നു. നിയമസഭയുടെ നല്ല പ്രവർത്തനങ്ങൾ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രതീക്ഷിക്കാം.